ഹലോ എടാ ഞാനേ ഇവിടെ ഷാപ്പ് പഠിക്കൽ കഴിഞ്ഞ 1.5 മണിക്കൂറായി മഴയത്ത് കുടുങ്ങിക്കുക. ഇവിടുന്നാണെങ്കിൽ ഒരൊറ്റ വണ്ടിയും കിട്ടാനില്ല. ആടാ, അവിടുന്ന് വണ്ടി കിട്ടാൻ പാടാ. നീയേ നിന്റെ കാർ എടുത്തൊന്ന് വരുമോ, എന്നിട്ട് എന്നെ ഒന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യടാ. ആടാ, ഞാൻ വരാം. മഴ ഒന്ന് തോരട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. ഓക്കെ. അല്ല, മഴ തോർന്നിട്ട് പോവാനാണ് എനിക്ക് നടന്നു പോയ പോരെ. എടാ, മഴ കൊള്ളാതെ പോവാനാണ് നിന്റെ കാർ എടുത്ത് വരാൻ പറഞ്ഞത്. കാർ എടുക്കാന്ന് പറഞ്ഞ അതിപ്പോ എന്റെ പൊന്നടാ പോവേ, എച്ചിത്തരം കാണിക്കല്ലേ. ഞാൻ വേണേ പെട്രോൾ അടിച്ചു തരാം. പെട്രോളിന്റെ അല്ലടാ, മഴ ചെലപ്പോ ഇപ്പൊ നിക്കുന്ന തോന്നുന്നേ. എടാ, കഴിഞ്ഞ 1.5 മണിക്കൂറായി ഇതിങ്ങനെ നിർത്താതെ പെയ്തോണ്ടിരിക്കുക. ഇതിപ്പോ നിക്കണ ലക്ഷണവും കാണാനില്ല. മഴ ഉള്ളോണ്ടാ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയും പോയാനെ. നിനക്ക് വരാൻ പറ്റൂലേ അത് പറ. നീ ടെൻഷൻ ആവല്ലേ അളിയാ, ഞാൻ വരാം. നിന്നെ നനയിക്കാതെ വീട്ടിലേക്ക് എത്തിച്ചാ പോരെ. ആ ആ ഞാൻ ദാ ഇറങ്ങി. ഓക്കെ. നിന്റെ എച്ചിത്തരം എന്റെ എടുക്കണ്ട മോനെ. അളിയാ, വെയിറ്റ് ചെയ്ത് മടുത്തോ? ഇതെന്താ നീ ഇങ്ങനെ? കാർ എടുത്തില്ലേ? ഇല്ലടാ, ഇനി ഞാൻ കാർ എടുത്ത് വരുമ്പോഴേക്കും മഴ എങ്ങാനും പോയാലോ? അപ്പൊ ഞാൻ കാർ എടുത്ത് വരുന്നത് നഷ്ടാവൂലേ? അടാ ലാഭേഷ് കുമാരാ, അറ്റ്ലീസ്റ്റ് നിനക്ക് ആ ബൈക്കെങ്കിലും എടുത്ത് വരായിരുന്നോ? ബൈക്ക് ഞാൻ പെട്രോൾ അടിക്കാൻ മാത്രടാ പുറത്തെടുക്കാറുള്ളൂ. ഞാൻ പെട്രോൾ അടിച്ച് തരാന്ന് പറഞ്ഞില്ലേ? അതിൽ എടുക്കാനുള്ള പെട്രോൾ വേണ്ട. ഇതിപ്പോ ഞാൻ എങ്ങനെ പോവാ? മഴ കണ്ടില്ലേ? അതിനല്ലേ ഞാൻ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നേ. മഴ കൊള്ളാതെ നിന്നെ ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. ദാ, എന്തോന്നടേ ഇത്? ഇപ്പൊ ആഞ്ഞു വലിഞ്ഞ് നടന്ന 1/2 മണിക്കൂർ കൊണ്ട് നിന്റെ വീടെത്താം. വാ, നടക്കാം. നീയും വരുന്നുണ്ടോ? ആ പിന്നല്ലാണ്ട്. അല്ലെങ്കിൽ ഈ കുട വാങ്ങിക്കാൻ പിന്നെ അങ്ങോട്ട് ഞാൻ വരേണ്ടി വരില്ലേ? ഇതിപ്പോ നിന്നെ കയ്യോടെ കൊണ്ടാക്കുകയും ചെയ്യാം, കുട കയ്യോടെ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യാം. ലാഭല്ലേ? വല്ലാത്ത ജാതി ലാഭം തന്നെ. എച്ചിത്തരത്തിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടേ, അത് കോണോത്തുകുഴിയിൽ ബബ്ലീഷ് കുമാറാണ്. അതെന്റെ പേരല്ലേ? അതെ, ലാഭത്തിന്റെ പേരിൽ അൺസഹിക്കബിൾ എച്ചിത്തരം കാണിക്കുന്നത് അൾട്ടിമേറ്റ് അപരാധ നിർഗുണ പിറവി.